ഉണ്ടോ? എടാ, അവളിപ്പോ നിന്റെ അമ്മയല്ല. പക്ഷെ ദുർഗയ്ക്ക് ഇതിൽ പറ്റൂ. അച്ഛൻ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കരുത്. അമ്മ എന്നെ പ്രസവിച്ചില്ലെന്നേ ഉള്ളൂ. പക്ഷെ എന്നെ പാലൂട്ടി താരാട്ടി വളർത്തിയത് എന്റെ അമ്മയല്ലേ. ഊണിലും ഉറക്കത്തിൽ പോലും അമ്മയ്ക്ക് എന്നെ കുറിച്ചുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. ഓരോ നിമിഷവും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, എനിക്ക് വേണ്ടി ജീവിക്കുന്ന എന്റെ ഈ അമ്മ എന്നെങ്കിലും ആ സ്ഥാനത്തുനിന്ന് മാറ്റി കാണുമെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ? സത്യം ഞാൻ തിരിച്ചറിഞ്ഞെന്ന് കരുതി അച്ഛനല്ലാതാവോ? അതൊന്നും ഒരിക്കലും നടക്കില്ല. എനിക്കിപ്പോ ഒന്നിനും പകരം രണ്ടച്ഛനമ്മമാരെ എനിക്ക്. പക്ഷെ ഇനി ഇത് ഒളിപ്പിച്ച് വെക്കരുത് അച്ഛൻ. അമ്മയും തുളസിയും കൂടി ഇത് അറിയണം. ഞാൻ പറഞ്ഞോട്ടെ അച്ഛാ. എന്റെ അവസ്ഥ അച്ഛൻ മനസ്സിലാക്ക്. ഇപ്പോ എല്ലാ സത്യവും ഞാൻ അറിഞ്ഞു കഴിഞ്ഞു. ഇനി ഇത് മനസ്സിൽ വെച്ചിട്ട് വേണം ഞാൻ അമ്മയോട് തുളസിയോടൊക്കെ പെരുമാറാൻ. ഈ കാര്യങ്ങളൊന്നും അമ്മയും തുളസി അറിയിക്കാതിരുന്ന, അവരിതൊന്നും അറിയാതിരുന്ന ഞാൻ കൂടി അവരുടെ മുന്നിൽ അഭിനയിക്കുന്നതാവില്ലേ? ഇത്രയും കാലം നിങ്ങൾ മൂന്നുപേരും എങ്ങനെയാണോ ഞങ്ങളുടെ മുമ്പിൽ അഭിനയിച്ചത്, അതുപോലെ ഞാനും അഭിനയിക്കേണ്ടി വരും. ഇങ്ങനെയല്ലാതെ വേറെ നിവൃത്തി. സോറി സാർ, എനിക്കതിനെ പറ്റില്ല. അറിഞ്ഞുകൊണ്ട് അമ്മയും തുളസിയും പറ്റിക്കാൻ എനിക്കാവില്ല. നീ പറയുന്നതൊക്കെ ശരിയാണ്. ഇനി അങ്ങോട്ട് ചിലപ്പോ ദുർഗയുടെയും തുളസിയുടെയൊക്കെ മുമ്പിൽ അഭിനയിക്കേണ്ടി വരും. ഇല്ല അച്ഛാ, ഞാൻ ഇതിന് നിന്ന് തരില്ല. ഈ രഹസ്യം മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച് മുന്നോട്ട് പോകാൻ എനിക്ക് പറ്റില്ല. യാഥാർത്ഥ്യം ഒന്നും അറിയാതെ അമ്മയും തുളസിയും നിഷ്കളങ്കമായി എന്നെ സ്നേഹിക്കുമ്പോ അത് പ്രസാദേട്ടനെ ആദ്യം അടിച്ചില്ലേ? അവനെ തല്ലിയാ എനിക്കത് സഹിക്കാൻ പറ്റുമോ? ഞാൻ എന്റെ വിഷമം പ്രസാദേട്ടനോട് പറഞ്ഞു. പ്രസാദേട്ടനത് മനസ്സിലായി. അവനെ അടിച്ചതില് പ്രസാദേട്ടന് സങ്കടമുണ്ട്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അവൻ മാത്രമല്ലേ ഉള്ളൂ. ഞങ്ങളുടെ സ്വത്താണവൻ, ജീവന്റെ ജീവൻ. അവനൊന്നെന്താ? എനിക്കും പ്രസാദേട്ടനും പിന്നെ ഉറങ്ങാൻ പറ്റില്ല. അവന്റെ സങ്കടം മാറണം. അവന്റെ സങ്കടം മാറിയാൽ മാത്രമേ ഞങ്ങൾക്ക് സമാധാനം ഉണ്ടാവൂ. പ്രസാദേട്ടൻ അവന്റെ സങ്കടം മാറ്റാൻ വേണ്ടി പോയതാ. അവരച്ഛനും മോനെ എത്ര നേരം വേണമെങ്കിലും സംസാരിച്ചോട്ടെ. ആദ്യയുടെ വിഷമം മാറിക്കിട്ടിയാ മതി. ആന്റി, ഇത് അതൊന്നും അല്ല. ചടങ്ങ് തന്നെ ആയിരിക്കും. ആ, 100-200 പേർക്ക് സദ്യക്കുള്ള സാധനം ഉണ്ടല്ലോ. ആ, 200 അല്ല, അതിൽ കൂടുതൽ പേർ വരാനാണ് സാധ്യത. ഓ, അത് ശരി. ഇനിയിപ്പോ ഈ സാധനങ്ങളൊക്കെ മതിയാവുമെന്നാ എന്റെ ടെൻഷൻ. തലേന്ന് രാത്രിയും ഗംഭീരമായൊരു വിരുന്ന് സൽക്കാരം ഉണ്ടേ. ഓ, അത് ശരി. അയൽപ്പക്കത്തുള്ള എല്ലാവരും വരും. തലേന്നും പിറ്റേന്നുമായിട്ട് വരുന്നവർക്ക് മുഴുവൻ ആഹാരം കൊടുക്കേണ്ടതല്ലേ? അതൊക്കെ വേണം. സമയത്തിന് എന്തെങ്കിലും കുറവുണ്ടായാ അത് നാണക്കേടാവും. അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടായാ എന്നെ വിളിച്ചാ മതി. സാധനം ഞങ്ങൾ സ്പോട്ടിലെത്തി. ഓ, അത് മതി.
പറഞ്ഞ സാധനം എല്ലാം ഉണ്ടല്ലോ അല്ലേ ചേട്ടാ? എല്ലാം ഉണ്ട്, എല്ലാ സാധനവും ഉണ്ട്. അതിനെല്ലാം ഇറക്കിക്കോ. ആ. എന്റെയും ആദ്യേട്ടന്റെയും വിവാഹം ഉറപ്പിച്ചു വച്ചിരിക്ക. അത് മുടക്കരുതെന്ന് ആന്റി തുളസിയോട് പറയണം. ഇറ്റ്സ് മൈ റിക്വസ്റ്റ്. മോളെ ആതിരെ, ആ കല്യാണം നടക്കില്ല. ഇവിടെ ആകെ ഒരു കല്യാണമേ നടക്കൂ. ഞാനും ആദ്യം തമ്മിലുള്ള കല്യാണം. അതിന് നീ വരണം. കണ്ണു നിറയെ കാണണം. അതിരെ, നീ ഇവിടെ വന്ന് നിൽക്കണോ? നീ എന്തിനാ ഇവിടെ വന്നേ? അതെ, എന്റെ ആദ്യയുടെയും കല്യാണം ഇവിടെ നടക്കാൻ പോവല്ലേ. ആതിര കല്യാണത്തിന് സഹകരിക്കാൻ വന്നതാ. നിനക്ക് എന്തിന്റെ കേടാടി ഇവിടെ വന്ന് സഹകരിക്കാൻ? അയ്യോ ദുർഗാമേ, ആതിരയോട് വെറുതെ ചൂടാവണ്ട. ആതിര കല്യാണത്തിന് സഹകരിക്കാൻ വന്ന ആദ്യേ ദേവമംഗലത്ത് നിറക്കണം. അതല്ലേ വേണ്ടു? അതെ. വഴിയുണ്ട്. എന്ത് വഴി? വെയിറ്റ്. വേണ്ട. അമ്മേ, ഒരു 10 അല്ല 10 പേർക്ക് ബിരിയാണി ഉണ്ടാക്കാൻ പറ്റുമോ? 10 പേർക്കുള്ള ബിരിയാണിയോ? ആദിമോനെ പുറത്തിറക്കാനുള്ള ഐഡിയ ആണോ നീ പറയുന്നത്? ആ അച്ഛാ, ഒരു 10 പേർക്കുള്ള ബിരിയാണി ഉടനെ വേണം. അച്ഛാ ഇരിക്കണം. ആ അങ്ങോട്ട് വേണ്ട, അച്ഛൻ ഇവിടെ ഇരിക്കൂ. വരൂ വരൂ അച്ഛ, ഇരുന്നാട്ടെ. താങ്ക് യു. പ്രിയേ, അച്ഛന് കുടിക്കാൻ എന്തെങ്കിലും എടുക്ക. അച്ഛന് എന്താണാവോ വേണ്ടത്? ഒന്നും വേണമെന്നില്ല. എനിക്ക് ബ്രദറിനോടും സഹോദരിയോടും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം. അതിനെന്താ അച്ഛാ? അച്ഛൻ പറഞ്ഞോളൂ. അത് കുറച്ച് സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ചേട്ടാ പുറത്താരോ വന്നല്ലോ. ഞാൻ നോക്കാമേ. ഈശ്വര, തോന്നി. അപ്പൊ കല്യാണം നടത്താൻ തന്നെയാ ഇവളുടെ പ്ലാൻ. അതിനുവേണ്ടിയാവും ഈ പിള്ളേരും ഫാദറും ഒക്കെ വന്നത്. ദുർഗിച്ചിരിക്കും. ഇത് ഇവളുടെ സഹോദരന്റെ ഭാര്യയാണ് അച്ഛാ. ACP കൃഷ്ണപ്രസാദിന്റെ വൈഫ് കനകദുർഗ പ്രസാദ്. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. തമ്പുരാൻ കർത്താവ് സഹോദരിയെ അനുഗ്രഹിക്കട്ടെ. എന്നും എപ്പോഴും സന്തോഷം നിറഞ്ഞു നിൽക്കട്ടെ. ഇവിടെ എന്തൊക്കെയായി നടക്കുന്നത്? ഇതൊരു കല്യാണ വീടല്ലേ, അപ്പോ അതിഥികളൊക്കെ വരാതിരിക്കോ? ഇവരൊക്കെ എന്റെ കല്യാണം പ്രമാണിച്ചു വന്നവരാ. ഇത് ഫാദർ വിൻസെന്റ് വട്ടോളി. കല്യാണത്തിന് വേണ്ടി പ്രത്യേക പ്രാർത്ഥന നടത്താൻ വന്നതാ. അച്ചോ,
അച്ഛനെ ഞാൻ ബഹുമാനിക്കുന്നു. ഇവളുടെ ഇവരുടെയൊക്കെ വാക്കുകൾ കേട്ട് അച്ഛൻ അനുഗ്രഹിക്കാനോ ആശീർവദിക്കാനോ ഒന്നും നിൽക്കരുത്. എന്റെ മകനെ ഇവള് കല്യാണം കഴിക്കാൻ പോകുന്നത്. എനിക്ക് എന്റെ മകനെ കൊണ്ട് ഇവളെ കെട്ടിക്കാൻ ഒരിക്കലും താല്പര്യമില്ല. അതിന് അച്ഛൻ ആശീർവദിക്കേണ്ടത് എന്നെയാണ്. അച്ഛനും അമ്മയൊക്കെ ആകെ കൺഫ്യൂസ്ഡ് ആയല്ലേ? ആദ്യം എവിടെയാന്നല്ലേ അച്ഛനും അമ്മയും ചിന്തിക്കുന്നേ? നിങ്ങളെ ദാ ഈ ഫാദർ വട്ടോളി ഒന്ന് സൂക്ഷിച്ചു നോക്ക്. ഇപ്പോഴും മനസ്സിലായില്ലേ നിങ്ങക്ക്? ഇത് ആദ്യം അമ്മേ ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ. മോനെ, പ്രിയാമ്മേ, ഇത് ഞാനാ, ആദി. മോനെ, ശരി, ഞാൻ ഈ താടി മീശക്കൊന്ന് മാറ്റാം. അയ്യോ എന്റെ പൊന്നു ജിറാഫെ, നീ ചതിക്കില്ലേ? ആ ദുർഗാമ്മ ഇതുവരെ പോയിട്ടില്ല. ഏത് നിമിഷം ഇങ്ങോട്ട് കയറി വരും. ആ, നിങ്ങക്ക് ഇപ്പൊ മനസ്സിലായില്ലേ? മനസ്സിലായേ? കൊള്ളാലോ. നിന്നെ പ്രസവിച്ച് എനിക്ക് പോലും നിന്നെ തിരിച്ചറിയാൻ പറ്റിയില്ലല്ലോ. അത് ശരിയാ. നിന്നെ നിത്യവും അടുത്ത് കാണുന്ന ആളല്ലേ ദുർഗേച്ചി. അപ്പോ ചേച്ചി നിന്നെ ഉറപ്പായും തിരിച്ചറിയേണ്ടതായിരുന്നു. എന്റെ അമ്മേ, അമ്മ തിരിച്ചറിയാത്തത് മഹാഭാഗ്യം. എങ്കിൽ ഇന്ന് തന്നെ എല്ലാരും പൊളിച്ചടിക്കാന്. ഇതുവരെയും രക്ഷപ്പെട്ടു പോയി. ആദ്യ ദേവമംഗലത്തില്ലേ ദുർഗേച്ചി? അതെ, രണ്ടാളും കൂടുതൽ അഭിനയമൊന്നും വേണ്ട. അവനെ കുറച്ചു മുമ്പ് അവന്റെ കൂട്ടുകാരാണെന്നും പറഞ്ഞ് കുറെ ചെക്കന്മാര് ക്രിക്കറ്റ് കളിക്കാൻ വിളിച്ചോണ്ടുപോയി. പക്ഷേ അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് ക്രിക്കറ്റ് കളിക്കാൻ തന്നെയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അങ്ങനെ ഒരു സംശയത്തിന്റെ കാര്യമൊന്നും ഇല്ല ദുർഗാമ്മ. ദുർഗാമ്മയ്ക്ക് ഞങ്ങൾ പറയുന്നത് വിശ്വാസം ഇല്ലെങ്കിൽ ഈ വീട് മുഴുവൻ പരിശോധിച്ചോ. ആദ്യം എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ദുർഗാമ്മയ്ക്ക് കണ്ടുപിടിക്കാലോ. അത് നീ പറയേണ്ട കാര്യമൊന്നുമില്ല. ഈ വീട് മുഴുവൻ അരിച്ചു പെറുക്കാതെ ഞാൻ പോവില്ല. ദുർഗാമ്മ നോക്കിക്കോ. ദുർഗാമ്മയ്ക്ക് വിശ്വാസാവട്ടെ. ആ, അച്ഛന്റെ മുറി ദുർഗാമ്മ കണ്ടല്ലോ. അവിടെ എന്തായാലും ആദ്യമില്ലെന്ന് മനസ്സിലായില്ലേ? ഇനി ഈ വീട്ടിൽ ബാക്കിയുള്ള എല്ലാ മുറികളും ദുർഗാമ്മ പരിശോധിച്ചോ. ദുർഗേച്ചി, ഇവിടെ ദുർഗേച്ചിയുടെ മോള. ദുർഗേച്ചിയുടെ വയറ്റിൽ പിറന്ന കുഞ്ഞ്. ആ കുഞ്ഞിനെ കുറിച്ചാണ് ദുർഗേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത്. ഈശ്വര, ഞാൻ എങ്ങനെ സഹിക്കും? ദുർഗേച്ചിയോട് ഞാൻ എങ്ങനെ സത്യങ്ങളൊക്കെ പറയും? ദുർഗമ്മ, മരിക്കുന്നെങ്കിലും ജീവിക്കുന്നെങ്കിലും അത് ആദ്യം ഞാനും ഒരുമിച്ചായിരിക്കും. എന്നെ തീർത്തിട്ട് ആദ്യയെ കൊണ്ട് ആതിരെ കല്യാണം കഴിപ്പിക്കാന്ന് കരുതിയ അത് നടക്കാൻ പോകുന്നില്ല. ഞാൻ മരിച്ച പിന്നെ ആദ്യ ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്നാണോ നിങ്ങൾ കരുതുന്നത്? ഒരിക്കലും ഇല്ല. ഞാൻ മരിച്ച പിന്നെ ദുർഗാമ്മയ്ക്ക് മോനെ എന്ന് വിളിക്കാൻ ആദ്യവും ഉണ്ടാവില്ല. എടി ദുർഗേച്ചി, നിന്നെ
വേണ്ട ദുർഗേച്ചി, വേണ്ട. ദയവ് ചെയ്തൊന്നും ചെയ്യരുത്. ഇവളറിയാതെ പറഞ്ഞു പോയതിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു. അമ്മേ, ചുമ്മാതിരിക്കാൻ നീ ഒന്നും മിണ്ടാതിരുന്നേ. ദുർഗേച്ചി, ടെൻഷൻ ആവണ്ട. ഇവളെ ഞാൻ എല്ലാം പറഞ്ഞു മനസ്സിലാക്കിക്കോളാം. ദുർഗേച്ചി ഇപ്പൊ സമാധാനത്തോടെ പോണം. ഇവിടെ ഗസ്റ്റൊക്കെ ഉള്ളതല്ലേ, വെറുതെ എന്തിന് എല്ലാവരുടെയും മുമ്പിൽ നാണം കെടുന്നു. നീ അനുഭവിക്കും. നിന്നെ ഞാൻ അനുഭവിപ്പിക്കും. നോക്കിക്കോ. അമ്മ അച്ഛന് പറയാൻ പോകുന്നതൊക്കെ എനിക്കറിയാം. ഈ സത്യങ്ങളൊക്കെ തുറന്നു പറയുന്നതിൽ എന്താ തെറ്റ്? സത്യം എന്നായാലും നമ്മളെല്ലാവരും അംഗീകരിക്കണ്ടേ? ഇന്നല്ലെങ്കിൽ നാളെ ഇതെല്ലാം തുറന്നു പറയേണ്ടി വരില്ലേ? അന്നും ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കൂടെ? അന്ന് നമ്മൾ എങ്ങനെയെങ്കിലും അതിനൊരു പരിഹാരം ഉണ്ടാക്കും. അത് മാത്രം ചിന്തിച്ചാൽ മതി. ദുർഗാമ്മയ്ക്ക് ഒരിക്കലും ഇത് അംഗീകരിക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ നമ്മളെല്ലാരും ഒത്തുചേർന്ന് വിചാരിച്ചാ ദുർഗാമ്മയെ ബോധ്യപ്പെടുത്താൻ പറ്റും. മതി, അങ്ങനൊരു പരീക്ഷണം വേണോ? ഞങ്ങളെക്കാൾ കൂടുതൽ ദുർഗേച്ചി അറിയുന്നത് നീയാണ്. നീ ഇല്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് ദുർഗേച്ചിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പോ നീ ഞങ്ങളുടെ മകനാണെന്ന് പറഞ്ഞ അത് സത്യമാണ്. പക്ഷേ ദുർഗേച്ചിക്ക് അത് അംഗീകരിക്കാൻ സാധിക്കുമോ? ഒരിക്കലും പറ്റില്ല മോനെ. ദുർഗേച്ചി തകർന്നു പോവും. എല്ലാ സത്യങ്ങളും നമുക്ക് വെളിപ്പെടുത്താം. പക്ഷെ അതിന് സമയം വേണം. നീ ഒന്ന് ക്ഷമിക്ക്. അച്ഛനും അമ്മയും എന്റെ മാനസികാവസ്ഥ എന്താ മനസ്സിലാക്കാത്തത്? ഞങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ട്. മോനെ, ഞാൻ ഈ സത്യങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ടല്ലേ നീ ഇപ്പൊ ഇതൊക്കെ അറിഞ്ഞത്. ഞാനൊന്നും പറഞ്ഞില്ലായിരുന്നെങ്കിലോ? ഞാനിതൊന്നും പറഞ്ഞിട്ടില്ല. നീ ഇതൊന്നും അറിഞ്ഞിട്ടുമില്ല. അതെനിക്ക് എങ്ങനെ സാധിക്കുമേ? സാധിക്കണം. ഈ അമ്മയോട് നിനക്ക് സ്നേഹം ഉണ്ടെങ്കിൽ, എന്നെ അമ്മയായിട്ട് അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പറയുന്നത് നീ അനുസരിക്കണം. നീ അനുസരിക്കില്ലേ മോനെ? എനിക്ക് നിന്നോട് ഒന്നേ പറയാനുള്ളൂ. ഞാൻ നിന്നോട് പറഞ്ഞതൊന്നും ദുർഗേച്ചിയും തുളസിമോളും അറിയരുത്. നീ ചിരിക്കൊന്നും വേണ്ട. ഇവിടുന്ന് ഒരു വകയും കഴിക്കാതെ പോയതല്ലേ നീ? നേരം എത്രയായടാ? നീ പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വാ, ഞാൻ കഴിക്കാൻ എടുത്തു വെക്കാം. അമ്മ കഴിച്ചോ? എന്ത് ചോദ്യടാ ഇത്? നീ കഴിക്കാതെ ഇന്ന് വരെ ഞാൻ കഴിച്ചിട്ടുണ്ടോ? അങ്ങനെ കഴിക്കാൻ എനിക്ക് പറ്റുമോ? ആദ്യം നീ കഴിക്കണം. അല്ലാതെ കഴിച്ചാ അമ്മയ്ക്ക് ഇറങ്ങില്ലടാ. നീ പോയിട്ട് വാ. നിനക്ക് ഇഷ്ടപ്പെട്ട മാമ്പഴ പുളിശ്ശേരിയും ചീരത്തോരനും മെഴുക്കുരട്ടിയും ഒക്കെ അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരുമിച്ച് കഴിക്കാം. പോയിട്ട് വാ. എടാ, ഇങ്ങനെ നോക്കി നിൽക്കാതെ പോയി ഫ്രഷ് ആയിട്ട് വാ. ചെല്ലടാ.
പോ. ഞാൻ പ്രസവിച്ച മോനാ നീ. അപ്പോ ഞാൻ പറയുന്നത് നീ അനുസരിക്കണ്ടേ? അനുസരിക്കണം, അനുസരിച്ചേ പറ്റൂ. നീ കഴിക്കാതെ ഇന്ന് വരെ ഞാൻ കഴിച്ചിട്ടുണ്ടോ? അങ്ങനെ കഴിക്കാൻ എനിക്ക് പറ്റുമോ? ആദ്യം നീ കഴിക്കണം, അല്ലാതെ കഴിച്ചാ അമ്മയ്ക്ക് ഇറങ്ങില്ലടാ. തുളസി വേണ്ട, നീ നിങ്ങൾ ഇറങ്ങി വന്നേ. ഇവൾ എന്ത് ഭാവിച്ച ഇത്? സൂക്ഷിക്കണേ. തുളസി, നീ നിങ്ങൾ ഇറങ്ങി വന്നേ. ഇറങ്ങാനോ? കണി കാണാനുള്ള പൂവ് കൊന്നമരത്തിന്ന് ഡയറക്റ്റ് ആയിട്ട് പറിക്കണം. ഭൂമിയിൽ പൂക്കളൊന്നും വീഴാൻ പാടില്ല. പൂ വീണാലും കുഴപ്പമില്ല, നീ വീഴാതിരുന്നാ മതി. അതെ, ഈ തുളസി ആദ്യമായിട്ടല്ല മരത്തിൽ കയറുന്നത്. വെറുതെ അല്ല നിന്റെ ദുർഗാമ്മ നിന്നെ മരം കയറിന്ന് വിളിക്കുന്നെ. അതെ, ദുർഗാമ്മ അങ്ങനെ വിളിക്കുന്നത് കേൾക്കുമ്പോ എനിക്കൊരു അവാർഡ് കിട്ടിയ ഫീലാ. പെമ്പിള്ളരായ മരത്തിൽ കയറണം, ആനപ്പുറത്ത് കയറണം. ഈ ആണുങ്ങളുടെ കുത്തക പരിപാടിയൊക്കെ നമ്മൾ പെമ്പിള്ളരങ്ങ് പൊളിക്കണം. നീ വാചകം അടിച്ചോണ്ട് നിക്കാതെ പൂ പറിച്ചോണ്ട് വാടി. പിന്നെ ചേട്ടാ, എനിക്കൊരാഗ്രഹമുണ്ട്. കനത്തില് വല്ല കൈനീട്ടവും വേണോന്നാണോ? ഏയ്, അതൊന്നും അല്ല. കൈനീട്ടം ചേട്ടൻ കാര്യമായിട്ട് തന്നെ തരൂന്ന് എനിക്കറിയാലോ. പിന്നെ എന്താണ്? ചേട്ടാ, നമ്മുടെ മോൻ എന്നെ അമ്മയായും ചേട്ടനെ അച്ഛനായും കണ്ടു തുടങ്ങിയത് ഈ വർഷം മുതലാ. പരസ്പരം എല്ലാം അറിഞ്ഞുകൊണ്ട് നമ്മുടെ മോനോടൊത്തുള്ള ആദ്യത്തെ വിഷു. ജീവിതത്തിൽ ഇത്രയും കാലം ആഘോഷിച്ചതിനേക്കാളും ഏറ്റവും പ്രിയപ്പെട്ട എന്ന് ഓർക്കുന്ന ഒരു വിഷുവാ നാളെ വരുന്നത്. നിന്നെപ്പോലെ തന്നെ ഞാനും ഇത് ചിന്തിച്ചു. ഈ വിഷുവിന് എനിക്ക് പതിവ് കണി കണ്ടാ പോരെ ജയേട്ട. ഇത്തവണ എനിക്ക് വിഷുക്കണിയായി കാണേണ്ടത് നമ്മുടെ മോനെയാ. നമ്മുടെ മോന്റെ മുഖം വേണം എനിക്ക് കണി കാണേണ്ടത്. അത് പ്രിയ, ഈ ആഗ്രഹം എനിക്കുമുണ്ട്. പക്ഷേ അതെങ്ങനെ സാധിക്കും? ദുർഗേച്ചി
ദുർഗേച്ചിയുടെ കാര്യം അറിയാലോ. എല്ലാ വർഷവും വിഷുവിന് ദുർഗേച്ചി കണി കാണുന്നത് നമ്മുടെ മോനെയാണ്. അതിന് ദുർഗേച്ചി ഒരു മുടക്കവും വരുത്തില്ല. അവൾക്കിതൊന്നും അറിയാത്തോണ്ടല്ലേ ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞുതരാം. വിഷുവിന് പിന്നില് 2 ഐതിഹ്യമുണ്ട്. ഒന്ന് ഭഗവാൻ ശ്രീകൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ടതും മറ്റൊന്ന് ശ്രീരാമനുമായിട്ട് ബന്ധപ്പെട്ടതും. ആദ്യത്തെ എനിക്കറിയില്ല, രണ്ടാമത്തെ എനിക്കറിയാം. ഭൂമിദേവിയുടെ പുത്രനും അഹങ്കാരിയുമായ നരകാസുരനെ ശ്രീകൃഷ്ണൻ വധിച്ച ദിവസമാണ് വിഷു എന്നാണ് ഒരു വിശ്വാസം. അതുകൊണ്ടാണ് വിഷുക്കണിയില് ശ്രീകൃഷ്ണ ഭഗവാന്റെ തിരുസ്വരൂപത്തെ പ്രതിഷ്ഠിക്കുന്നത്. ശ്രീരാമചന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ട ഐതിഹ്യം മറ്റൊന്ന. അത് രാവണന് സൂര്യഭഗവാനോടുള്ള വിരോധത്തിന്റെ കഥയാ. രാവണന്റെ അനുവാദവും അറിവും കൂടാതെ കൊട്ടാരവളപ്പിലും അകത്തളത്തിലും സൂര്യൻ കടന്നു വരുന്നത് രാവണൻ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് രാവണൻ സൂര്യനെ നേരായ രീതിയിൽ ഉദിക്കാനോ അസ്തമിക്കാനോ അനുവദിച്ചില്ല. അങ്ങനെയൊക്കെ സാധിക്കും ആന്റി? ഇതൊക്കെ ഓരോ ഐതിഹ്യങ്ങളല്ലേ ആതിരെ? എന്നിട്ടെന്താ, ശ്രീരാമൻ രാവണനെ വധിച്ച ശേഷമാണ് ലങ്കയില് സൂര്യന് യഥാസമയത്ത് ഉദിക്കാനും അസ്തമിക്കാനും കഴിഞ്ഞത്. അതിന്റെ സന്തോഷത്തിലാണ് വിഷു ആഘോഷിക്കുന്നതെന്നാണ് മറ്റൊരു വിശ്വാസം. ആന്റിക്ക് ഒത്തിരി കഥകൾ അറിയാല്ലേ? ഇതൊക്കെ എനിക്കെന്റെ മുത്തശ്ശി പറഞ്ഞു തന്നതാ. പക്ഷെ എന്റെ മാമൂസ് ഇതുപോലുള്ള കഥകളൊന്നും എനിക്ക് പറഞ്ഞു തന്നിട്ടില്ലല്ലോ. പറഞ്ഞാലും ഇതൊക്കെ നിന്റെ തലയിൽ കേറണ്ടേ? അതോ ഓർത്തിട്ടാവും അപ്പച്ചിയൊന്നും പറയാതിരുന്നത്. ആന്റി വേണ്ട കേട്ടോ. ഭഗവാനെ, പ്രിയക്ക് ഇപ്പൊ സന്തോഷമായില്ലേ? അത് ശരി. അപ്പോ നിങ്ങൾ എവിടെ ഉണ്ടായിരുന്നോ? ഞാനും അച്ഛനും കൂടെയല്ലേ ഇവൻ ഇവിടെ ഈ നേരത്ത് വരുത്തിച്ചത്. അപ്പൊ നിങ്ങള് 3 പേരും കൂടി അറിഞ്ഞുകൊണ്ടുള്ള പരിപാടിയായിരുന്നു അല്ലേ? നിനക്ക് ഇവനെ തന്നെ കണി കാണണമെന്ന് തോന്നിയാൽ അത് സാധിച്ചു തരേണ്ട ഉത്തരവാദിത്തം എനിക്കും എന്റെ മോൾക്കും അല്ലേ ഉള്ളത്? അല്ലമ്മേ, ഇത്തവണ ആദ്യം തന്നെ വിഷുക്കണി കാണണമെന്ന് പറയാൻ എന്താ കാരണം? തുളസി, നീ ഈ ചോദിച്ചതിന് വ്യക്തമായ ഉത്തരവുണ്ട്. പക്ഷേ ഇപ്പോ അത് അറിയണമെന്നും പറഞ്ഞ് നീ വാശി പിടിക്കരുത്. നീ കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്യ. ഒരു വലിയ സർപ്രൈസ് നിന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. സർപ്രൈസോ? ദേ തുളസി, ഞാൻ പറഞ്ഞു. ഓക്കെ ഓക്കെ, ശരി, ഞാൻ ചോദിക്കുന്നില്ല. നീ പിന്നീട് പറഞ്ഞാ മതി. ഓക്കെ. എന്റെ ആഗ്രഹം നിങ്ങൾ എല്ലാരും കൂടെ സാധിച്ചു തന്നതിന്റെ എന്റെ സന്തോഷം എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. പ്രിയ ഒന്നും പറയണമെന്നില്ല. പ്രിയയുടെ സന്തോഷം ഈ മുഖത്ത് നിന്ന് തന്നെ വായിച്ചറിയാം, അല്ലേ മക്കളെ? അതെ. അല്ല ആദിക്ക്, എന്റെ മോന് എന്ത് വിഷു കഴിഞ്ഞിട്ട് ഈ അമ്മ തരേണ്ടത്? ഇവള ഓനുള്ള ഈ അമ്മയുടെ വിഷു കഴിഞ്ഞിട്ട്
അമ്മ പറയുന്നത് എല്ലാം അതുപോലെ അനുസരിക്കും. അമ്മ പറയുന്നതെല്ലാം അതുപോലെ അനുസരിക്കും. മതി, ഇനി നീ പോയിട്ട് കുളിച്ച് ഫ്രഷായി പുതിയ ഡ്രസ് ഇട്ടിട്ട് വാ. അമ്മ കൈനീട്ടം തരാം. ചെല്ല് ചെല്ല്. ഈ ഫോട്ടോ ഉണ്ടോ? ഈ ഫോട്ടോ എടുക്കാൻ എന്തുമാത്രം പ്രയാസപ്പെട്ടെന്നറിയോ? നീയൊന്ന് നിന്ന് തരണ്ടേ? അവിടെ മുഴുവൻ കിടന്ന് ഓടുകയായിരുന്നു. ഒരുപാട് പ്രയാസപ്പെട്ട ഈ ഫോട്ടോ എടുത്ത്. നന്നായിട്ടില്ലേ? ഞാനൊരു കാര്യം ചോദിച്ചാ അമ്മ എന്നോട് ദേഷ്യപ്പെടരുത്. എന്താ? അല്ല, അമ്മ മനസ്സുകൊണ്ട് വെറും സാധുവാ. എല്ലാവർക്കും നന്മ വരണേന്ന് ആഗ്രഹിക്കുന്ന ഒരു പാവം. പക്ഷേ അമ്മയ്ക്ക് തുളസിയോട് മാത്രം എന്താ എത്ര ദേഷ്യം? നിനക്ക് വേറെ വല്ലതും പറയാനുണ്ടോ? ജന്മത്തിലെന്നല്ല, ഇനി ഒരു 100 ജന്മം എടുത്താലും ഞാനെന്തും വേണ്ട. എടോ, അവൾ അപ്പോഴത്തെ ആവേശത്തിന് എല്ലില്ലാത്ത നാവുകൊണ്ട് എന്തൊക്കെയോ വിളിച്ചു കൂവി. ആനന്ദിന് ഇതൊക്കെ കണക്കിലെടുക്കുന്നത്? ഇതൊക്കെ തുളസിയുടെ വിവരക്കേടായിക്കണ്ടെങ്കിൽ തള്ളിക്കളയടോ. അങ്ങനെ തള്ളിക്കളയാനൊന്നും പറ്റില്ല. അവളവിടെ കാര്യമായിട്ടുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ അവിടെ ഒരു പള്ളിയിലച്ഛനെ കണ്ടുന്ന്. ആ പള്ളിയിലച്ഛനെ അവൾ എന്തിനാ വിളിച്ചു വരുത്തിയേ? എടോ, ഇത് തന്നെയല്ലേ ഇന്നലെ രാത്രി മുഴുവൻ താൻ എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത്? എനിക്കൊരു മനസ്സമാധാനം ഇല്ല പ്രസാദേട്ടാ. ആ പള്ളിയിലച്ഛനെ കണ്ടപ്പോ എനിക്ക് കടമറ്റത്ത് കത്തനാരെ പോലെയാ തോന്നിയ. എവിടെയോ പോയി ദുർമന്ത്രവാദമൊക്കെ പഠിച്ചൊരച്ഛൻ. അയാൾ അച്ഛനാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. ശരിക്കും ഒരു ദുർമന്ത്രവാദി തന്നെ. ആ മന്ത്രവാദി അച്ഛന്റെ വേഷം കെട്ടി വന്നതാ. അയാളെ കൊണ്ട് ആദ്യം തട്ടിയെടുത്ത് സ്വന്തമാക്കി അവനുമായിട്ട് കല്യാണം നടത്താനാ തുളസിയുടെ പ്ലാൻ.
ബ്രോ താൻ പോയിരുന്നിട്ടേ ഇതൊക്കെ ചേർത്ത് വെച്ച് ഒരു ഉഗ്രൻ കഥ എഴുതി വായിക്കാൻ നല്ല രസമുണ്ടാവും. എന്താ പ്രസാദേട്ടാ? എടോ തുളസി അവിടെ ഒരു കല്യാണവും നടത്താൻ പോകുന്നില്ല. ഇനി അഥവാ അവൾ അങ്ങനെ ഒരു കല്യാണം നടത്താൻ പോയാൽ നമുക്ക് തടയാം. കളിക്കല്ലേ? ആദ്യേട്ടാ തരാന്ന് പറഞ്ഞില്ലേ? ആ പേജ് നമ്പർ എത്രാമത്തെ പേജിലായത്? ആ ഓക്കെ. ആ കിട്ടി കിട്ടി. പ്രസാദേട്ടാ ആ ഒരു മിനിറ്റ്. ശരി, ഞാൻ വിളിക്കാം. ആ ശരി, താങ്ക് യു. എന്താടോ? എനിക്ക് അവൻ ജോഗിങ്ങിനെന്ന് പറഞ്ഞു വിടുന്ന പോയപ്പോഴേ സംശയം ഉണ്ടായിരുന്നു. അവനാ തുളസിയെ കാണാൻ തന്നെയാ പോയത്. പ്രസാദേട്ടൻ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? എടോ ഞാൻ കേട്ടോണ്ടിരിക്കല്ലേ, താൻ പറഞ്ഞോ. അവനെ തുളസിക്ക് കത്ത് കൊടുക്കാൻ പോയതാ. താൻ എന്താടോ ഈ പറയുന്നത്? ഈ വാട്സപ്പൊക്കെ ഉള്ള കാലത്തെ ആരെ കത്ത് കൊടുക്കുന്നു? അവൻ ഏത് കാലത്തായി ജീവിക്കുന്നു? അതൊന്നും എനിക്കറിയില്ല. എന്തായാലും ആദ്യം ഒരു കത്തും കൊണ്ടാ തുളസിയെ കാണാൻ പോയത്. പക്ഷേ ഞാൻ ആ കത്ത് കൈയോടെ പൊക്കി. അല്ല എന്നിട്ട് എന്തായിരുന്നു ആ കത്തില്? അത് വായിച്ചോ? ഞാനൊന്നും വായിച്ചില്ല. ആതിരെ പിടിച്ചു വാങ്ങിച്ചോണ്ട് പോയി. അല്ല അവളെന്തിനാ ആ കത്ത് വായിച്ചത്? ആവോ. എന്താ സുലു? എന്താ സുലു, നീ കാര്യം പറ. സാറിരിക്കുന്നു. എന്താ സാറിനെ ആദ്യമായിട്ടാണോ കാണുന്നത്? നീ കാര്യം പറ. സാറിരിക്കുമ്പോ എനിക്കത് പറയാൻ നാണോ? സുലു, നീ വന്ന കാര്യം പറ. അത് പിന്നെ നിന്ന് കളം വരയ്ക്കാതെ കാര്യം പറ. അത് പിന്നെ അവിടെ ആദിമോനും ആതിരയും തമ്മില് അവര് തമ്മിൽ അങ്ങോട്ട് നീ പറ സുലു. അവരെ പെട്ടെന്ന് കല്യാണം കഴിപ്പിക്കുന്നതാ നല്ലത്. ഇല്ലെങ്കി ഇപ്പൊ ഞാൻ കണ്ടതുപോലെ അരുതാത്തത് വല്ലതും നിങ്ങളും ചിലപ്പോ കാണേണ്ടി വരും.